വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്ന് ഞാൻ നോമ്പുതുറക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പൊടി വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് പൊടി ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നൂൽപുട്ടിനൊക്കെ ഒന്ന് വാട്ടിയെടുക്കില്ല, കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് അതുപോലെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും, ഉപ്പിട്ടിട്ട്. ഇനി ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഗരം മസാലപ്പൊടി. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചത് നമ്മളിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഫ്രൈ ആക്കി എടുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതൊരു പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ 2 സവാളയും 2 പച്ചമുളകും കൂടി ഞാനൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1.5 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒക്കെ റോസ് സ്മെല്ല് മാറുന്ന വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചെമ്മീനൊന്ന് പൊടിച്ചെടുക്കുക. ഗ്രൈൻഡറിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അത് ചേർത്ത് കൊടുക്കാം. മസാലയായിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അല്പം മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, വലിയ ജീരകം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മസാല മണക്കൊന്ന് മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതി എടുത്തിട്ട് അതൊന്ന് ചതച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു വറവ് വരുന്ന വരെ തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ. ഇനി നമ്മൾ വാട്ടി വെച്ച പൊടി ഉണ്ടല്ലോ, അരിപ്പൊടിയുടെ, അതെടുത്തിട്ട് കുറച്ച് ഓയിൽ കയ്യിൽ പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് കുഴിയാവുന്ന പോലെ ആക്കിയിട്ട് ഈ ഫില്ലിങ് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും വെച്ച് കൊടുക്കണ്ട, അതിനനുസരിച്ച് നമ്മൾ കുറച്ച് പുറത്തേക്ക് വരാത്ത പോലെ വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ ഇതെന്തായാലും. എന്നിട്ട് നമ്മളിതൊന്ന് കവറാക്കി എടുക്കണം ഈ അരിപ്പൊടി വെച്ചിട്ട് കേട്ടോ. നന്നായിട്ട് അത് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെ ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ തന്നെ ഇതൊന്ന് നന്നായിട്ട് കവറാക്കി എടുക്കാം. ഈ ഒരു പലഹാരം ഉണ്ടല്ലോ, നമുക്ക് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നോമ്പുതുറക്ക് നമ്മുടെ വയറ് നിറയാനും ഈ ഒരെണ്ണം മതിയാവും കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. മസാലയൊന്നും പുറത്ത് വരാത്ത രീതിയിൽ തന്നെ നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു നാളികേരമാണ്. അതൊന്ന് ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡറിലൊന്ന് ചതച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് ഈ ഉരുട്ടിയെടുത്തുകൊണ്ട് അതിലൊന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റീമാക്കി എടുക്കാം. ഒരു 25 മിനിറ്റ് നേരെങ്കിലും വേണ്ടി വരും കേട്ടോ ഇത് കുക്കായി വരാൻ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കിട്ടോ. ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ നല്ല ഫില്ലിംഗ് ആണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ് ഈ ഒരു ഫില്ലിങ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, താങ്ക് യു.